സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്നത് പ്രൊഫസർ ചെറുകാടൻ്റെ ദേവലോകം എന്ന കഥയെക്കുറിച്ചാണ്. അത് അത്ഭുത പ്രതിപാദകനായ സാംബശിവ സാറ് ദേവലോകം എന്ന ആന്റി കമ്മ്യൂണിസത്തിൻ്റെ കഥ പറയുന്ന ഈ നോവൽ വളരെ ഗംഭീരമായിട്ട് പ്രതാപശമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ ദേവലോകം എന്ന കൃതിയിലെ പാട്ടുകൾ അത് വളരെ ചിന്തിക്കേണ്ട പാട്ടുകളാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതായ പാട്ടുകളാണ്. അതിൽ രാമചന്ദ്രൻ എന്ന ഒരു കഥാപാത്രമുണ്ട്. അയാൾ ഒളിവിലിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട വീട്ടിൽ ഒളിവിലിരിക്കുമ്പോൾ അവർക്ക് ഒളിവിലിരിക്കാൻ കിടക്കാൻ കൊടുക്കാൻ ആ വീട്ടിൽ മുറുകയില്ല. കോഴിക്കോടിൻ്റെ പുറത്താണ് മെത്ത വിരിച്ചിരിക്കുന്നത്. കഞ്ഞി കൊണ്ട് കൊടുത്തു, രജിസ്റ്ററിയുടെ കഞ്ഞി. ഇത് പറഞ്ഞു, സഖാവില്ല കല്ലോ മുള്ളോ കരിക്കൊറ്റൊക്കെ ഉണ്ടാവും, മൂക്ക് മുത്തി പിടിച്ചാൽ കുളിച്ചാട്ടെ. അത് കോഴിക്കൂടിൻ്റെ പുറത്ത് മെത്ത വിരിച്ചു. കോഴിക്കൂട്ടിനകത്ത് കോഴിയുണ്ട്, കോഴിക്ക് കോഴിപ്പേനുണ്ട്. കോഴിപ്പൻ കുറച്ച് അരിച്ചു തുടങ്ങി, മാറ്റി കടിച്ചു തുടങ്ങി. അങ്ങനെ സഖാവ് കിടക്കുമ്പോൾ ചിന്തിച്ചു, ഞാൻ ജയിച്ചാൽ ഞാൻ നാളെ മന്ത്രിയാകും. തൂമഴ തൂകും പാതയിലൂടൊരു ദേവലോകം ഞാൻ മെയ്യനങ്ങാതെ വരുവാൻ പുഷ്പ ശയ്യ വിരിക്കും ദേവലോകം ദേവലോകം ദേവലോകം. പൂമഴ തൂകും പാതയിലൂടൊരു ദേവലോകം ഞാനണയും മെയ്യനങ്ങാതെ വരുവാൻ പുഷ്പ ശയ്യ വിരിക്കും ദേവലോകം ദേവലോകം ദേവലോകം. ഈ പൂമഴ പെയ്യുന്ന പാതയിലൂടെ നടക്കാം. ആൾക്കാർ പൂക്കൾ വാരി വീറുമല്ലോ ജയിച്ച സ്ഥാനാർത്ഥിക്കുന്നതിനെ. മെയ്യ അനങ്ങാതെ മരുകുവാൻ, മെയ്യനങ്ങാതെ സുഖമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ശയ്യ വിരിക്കുന്ന ദേവലോകം. അങ്ങനെ ദേവലോകം സ്വപ്നം കണ്ടിരിക്കുമ്പോൾ പക്ഷെ കോഴിപ്പൻ സമ്മതിക്കില്ലല്ലോ. കോഴിപ്പൻ ദേഹ ആസകലം കയറി. രാമേന്ദ്രൻ ഇരിക്കപ്പൊറുതിയില്ലാതെ. രാമേന്ദ്രൻ ചിന്തിച്ചു, ജയിച്ചാൽ ഞാൻ മന്ത്രിയാകും, തോറ്റാൽ വീണ്ടും ഈ ഏഴക്കൂട്ടങ്ങളോടൊപ്പം. രാമേന്ദ്രൻ ആ ഷെൽട്ടറിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാമേന്ദ്രൻ ചിന്തിച്ചു, ഇല്ല, എനിക്കിത് സാധ്യമല്ല. ഞാൻ വളരെ സൗകര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ജീവിച്ച ആളുമാണ്, എനിക്കിത് പറ്റില്ല. മനസ്സേ നീ മടിക്കുന്നു, കടമകൾ മാടി വിളിക്കുന്നു. മനസ്സേ നീ മന്നു, കടമകൾ മാടി വിളിക്കുന്നു. കുപ്പിമുനകൾ ചിതറിയ പാതയിൽ നഗ്നപാതകൾ നടക്കാൻ. കുപ്പിമുനകൾ ചിതറിയ പാതയിൽ നഗ്നപാതകൾ നടക്കാൻ, നഗ്നപാതകൾ നടക്കാൻ.